ഇവൾ ഇവളിനെ പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇവൾക്ക് ഇന്ന് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്, മോഡൽ പരീക്ഷ. ഇവളെങ്ങനെ പരീക്ഷ എഴുതുന്ന് ഓളെ ചങ്കത്ത് ചങ്കില് എന്തല്ലേ ചങ്കില് നീരുണ്ട്, അല്ലാതെ പഠിപ്പ്. അപ്പോൾ ഓൾക്ക് ഇന്ന് പരീക്ഷയാണ്. ഓൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. എന്താണ് ദുഃഖപ്പെട്ടിട്ട് പോയിക്കഴിഞ്ഞേ ആയിക്കണ 8 മണിയായി. അപ്പോൾ ഇവള് ചങ്കർപ്പം കൊണ്ടാണ്ട് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് പോവുകയാണ്. പോയി വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. പെരൂ പഠിപ്പ് 2-3-4 ആഴ്ചയായിട്ട് പെരൂ പഠിപ്പാണ്. അപ്പം അതിൻ്റെ മാർക്ക് ഞാനിവിടെ അവിടെ തരണ്ട്. അപ്പോൾ നമ്മളെ പോത്തുകളത് അവിടെ നോക്കി നിൽക്കണം. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഇതൊക്കെ. വല്ല കൊണ്ടകമായിട്ട് ദുഃഖപ്പെട്ടിരിക്കുകയാണ്. കുളിക്കാർ വരുന്നില്ല. ഇപ്പണ്ട് +2 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ പരീക്ഷയായില്ലേ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ, കൊല്ലങ്ങൾ, മാസങ്ങളൊക്കെ പോണത്. അപ്പോൾ മക്കൾക്ക് പരീക്ഷയായി തുടങ്ങിയിട്ടുണ്ട്. മോഡലാണ്, ഇന്ന് എക്സാമാണ് കേട്ടോ, തുടക്കമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കുടുംബയാനിതാ സുബ്രഹ്മണ്യൻ. അങ്ങനെ രാവിലെ തന്നെ കുറച്ച് കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ നോക്കിയാണ്ടല്ല, മക്കൾ പരീക്ഷയ്ക്ക് പോണതും നോക്കിയാണ്ട് ഇരിക്കുകയാണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയത്. വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നപ്പോൾ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഇംഗ്ലീഷ് അല്ലേ, ഫസ്റ്റ് ഇംഗ്ലീഷ് തന്നെ ആകുമ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി എന്നൊക്കെ ആകുമ്പോൾ ഒരു ഉഷാറും ഉണ്ടാവില്ല മക്കൾക്ക് കേട്ടോ. അതിനും വിചാരിച്ച് മലയാളം എന്നാണെങ്കിലോ വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിലും അടിപൊളിയാവും. ഇംഗ്ലീഷ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും പോയി ഓല് എഴുതി വരട്ടല്ലേ. അങ്ങനെ മക്കളെ രണ്ടാളും പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ പരിപാടികൾക്ക് ഇങ്ങനെ നീങ്ങി. ഇതിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി കുഞ്ഞാറ്റിട്ടെന്നാട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡാൻസിനൊക്കെ പോണ പോലെ ഉണ്ട്, ഒപ്പനക്കൊക്കെ പോണ പോലെ ഉണ്ട്. ഈ ഒരു കയ്യുമ്പോൾ മൈലാഞ്ചിട്ടിട്ട്, എൻ്റെ കല്യാണത്തിന് വരെ ഞാനിങ്ങനെ മൈലാഞ്ചിട്ടിട്ടില്ല. അന്നൊന്നും അങ്ങനെ ഇട്ടുതരാൻ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ തേമ്പി തേച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു തേങ്ങ പൊളിച്ച് ഇരിക്കണ പണിയാണ് കേട്ടോ. ഒരു തേങ്ങ പൊളിച്ച് ഇനിയൊക്കെ കറി ഉണ്ടാക്കാനാണ്. നമ്മൾ മീനൊക്കെ ഒന്ന് വാങ്ങണം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചമ്മന്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മൂപ്പർക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കണമല്ലോ. കഞ്ഞി കൊണ്ടു കൊടുക്കുമ്പോൾ ഇന്ന് തേങ്ങാ ചമ്മന്തിയാണ് കൊണ്ടു കൊടുക്കുന്നത്. കഞ്ഞി, തേങ്ങാ ചമ്മന്തി, വെള്ളം കൂടി ആക്കി വെച്ചിട്ട് വേണം കൊണ്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ 10 മണിക്ക് ഒരു കഞ്ഞി കൊടുത്ത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. ഇപ്പോൾ ചായക്കടി ഒഴിവാക്കിയാണ്ട് ചായ ഇങ്ങനെ കുടിക്കേണ്ടല്ലോ, ഈ ഒരു ചൂടത്തും ചായ കുടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചായ കൊടുത്തായിരിക്കലില്ല. ഇപ്പോൾ കഞ്ഞിയാണ് കൊണ്ടു കൊടുക്കൽ. അങ്ങനെ കഞ്ഞി കൊണ്ടു കൊടുക്കണം. അതിന് മുന്നേ ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കട്ടെ കേട്ടോ, കാടിവെള്ളം കൊടുക്കണം. എന്നിട്ട് ഓലയും പുഴയിലാക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂപ്പർക്ക് കഞ്ഞിയും കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണനാണ് പോണത്. അപ്പം ഇന്നിപ്പോൾ എൻ്റെ കൂളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോകണില്ല. രാവിലെ തന്നെ പുഴയിൽ പോയി വന്നു കേട്ടോ. ഇനി വെയിൽ ഭയങ്കര വെയിലല്ലേ, ഇപ്പം നല്ല വെയിലാണ്. പക്ഷേ കിടക്കാൻ നേരത്ത് നല്ല തണുപ്പും നല്ല സുഖമാണല്ലോ, ഉറങ്ങാനായിട്ട് നല്ല സുഖമാണ്. പക്ഷേ വെയിൽ ഉച്ചക്കൊക്കെ ഭയങ്കര വെയിലേക്കാരം. അങ്ങനെയല്ലേ, ഓരോരോ കാലാവസ്ഥ ആയിപ്പോയി. അപ്പോൾ അതവിടെ കട്ടെ, ഞാൻ കാടി കൊടുക്കട്ടെ കേട്ടോ. കാടി കൊടുക്കണ പരിപാടിയിലാണ് ഇപ്പം. അപ്പോൾ കുറച്ച് രാത്രിക്കത്തെ ചോറും ഇത്തിരി ചോറേ ഇടുള്ളൂ. ഒരുപാട് ചോറും കാര്യങ്ങളൊന്നും ഇട്ടാൽ ചിലപ്പം പൂത്താക്ക് പള്ളക്ക് പിടിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പകുതിയിലേറും വറ്റ് കൊടുക്കലില്ല. കാടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കഞ്ഞിവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഴത്തോലി അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കലുള്ളൂ. ഒക്കെ പാടിട്ട് കൊടുത്താൽ ചിലപ്പം പള്ളക്ക് പിടിച്ചിട്ടില്ലെങ്കിലോ. അപ്പോൾ ഓല പള്ളിയുമാണല്ലോ നമുക്ക് നോക്കാം. അപ്പോൾ അവിടുന്ന് ചേച്ചി വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ അതാ കൈയിട്ട് മാടുന്നത്. അങ്ങനെ വെള്ളം കൊടുത്തിട്ട് ഇനിയിപ്പോൾ കണ്ണനെ ഓല കൊണ്ടുപോകും. കണ്ണൻ കൊണ്ടുപോയാൽ പിന്നെ സുഖമാണ്, ജാക്കിൻ്റെ പണിയെടുക്കാം. പിന്നെ ഞാൻ അവിടെ പോയി കഞ്ഞി കൊണ്ടു കൊടുത്ത് പോത്തിനെ കെട്ടി വരുമ്പോഴത്തേന് മീൻകാരൻ്റെ വൈക്ക് പോകും. ഇന്നിപ്പോൾ മീൻ വാങ്ങണമെന്ന് വിചാരിച്ച് 2 ദിവസമായി മീൻ വാങ്ങിയിട്ട്. ഇപ്പോൾ നോൽമ്പും കാര്യങ്ങളൊക്കെ ആക്കാനായില്ലേ. അപ്പോൾ മീനൊക്കെ ഒന്ന് വാങ്ങട്ടെ. ഇനി മീൻകാരൻ വരവും കുറവാകും. അപ്പോൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും വേണം. അങ്ങനെ കേട്ടോ. അപ്പോൾ പോത്തുകൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിൽ കാരണം നല്ല വെയിലാണ്. ഈ ഒരു 9 മണി കഴിഞ്ഞാൽ തന്നെ നല്ല പെരും വെയിലാണല്ലോ. ഒരു 3-3:30 വരെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ അടക്ക കുറച്ച് ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടക്കയും കൂടി ഉണക്കി ഇനിയിപ്പോൾ ആ വെയിലത്ത് നിന്ന് കയറാമല്ലോ. എന്താ മീനാ? അതാണ് ഞങ്ങളെ മീൻകാരൻ കണ്ടോ. ക്യാമറ പേടിക്കണം നിങ്ങളെന്നെ. എന്താ പറഞ്ഞേ?
അപ്പോൾ ഇതാണ് നമ്മളെ മീൻകാരൻ കേട്ടോ, മുനീർ എന്നാണ് പേര്. അപ്പോൾ മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എപ്പോഴും പറയും ക്യാമറയിൽ എടുക്കണില്ല, വീഡിയോയിൽ എടുക്കണില്ല, ഞാൻ കാണലുണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ചിലവരുണ്ട് വലിയ താല്പര്യമൊന്നുമില്ല, ഇന്നെ കാണുമ്പോഴത്തേനും ഓടി കളിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ കൂടെ. അപ്പോൾ ഓലൊന്നും അങ്ങനെ എടുക്കാനും പോലില്ല. പക്ഷെ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഞാൻ എടുക്കും, അതങ്ങനെയാണ്. അപ്പോൾ മത്തിയും പിന്നെ തോലൊളിക്കുന്ന ഒരു മീനുണ്ട്, അതിൻ്റെ പേരെന്താ അറിയില്ല, ആ ഒരു മീനുണ്ട്. പിന്നെ വത്തൽ കുട്ടികളുണ്ട് കേട്ടോ. വത്തൽ കുറേ നന്നാക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് വത്തൽ വാങ്ങിയിട്ടില്ല. മത്തീനെ വാങ്ങിയിട്ട് ഒരു 100 റുപ്യക്ക് മത്തി വാങ്ങി. അപ്പോൾ അത് പൊരിക്കാനും കറി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ എമ്പാടും. അപ്പോൾ ഞാനതൊന്നും വാങ്ങിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന വിലയൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മീൻകാരന് പൈസ കൊടുക്കാനുള്ളത് കൊടുത്തു. ഇപ്പോൾ നോലുമ്പായ മൂപ്പര് വരലുണ്ടാവില്ല, കമ്മിയാണ് വരുന്നത്. അങ്ങനെ ആ പരിപാടിയാണ് കഴിഞ്ഞ്. മത്തിയാണെങ്കിൽ നല്ല മത്തിയാണ്, നല്ല കുഞ്ഞൻ മത്തിയാണ്. അപ്പം മത്തീനെ നന്നാക്കി എടുക്കണം. ഒരു ചട്ടി മത്തിയുണ്ട്, നമ്മൾ ആ ഒരു ചെറിയ ഉപ്പേരി ചട്ടിക്ക് ഒരു ചട്ടി മത്തിയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിട്ട് വേണം തേങ്ങ അരച്ചിട്ട് ഒരു കറി വെക്കണം. കുറേ ദിവസമായി ഞാൻ തേങ്ങ അരച്ചിട്ട് ഒരു കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇടങ്ങാറായി തേങ്ങയൊക്കെ പൊളിച്ചിതാക്കണം. തേങ്ങയൊക്കെ ചിരകി ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് വറവിടാനാവില്ല എന്ന് വിചാരിച്ച് വറവിട്ടിട്ടാണ് ഞാൻ കറി വെച്ചത്. പിന്നെ ഒരു വറവിടാൻ എന്നെ കൊണ്ട് നേരം ഉണ്ടായിട്ടല്ല, മടി കാരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വറവിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് കറി. അങ്ങനെ നല്ല കുറുന്നലൊരു കറിയാണ് കേട്ടോ. അപ്പം ഇനി കുടംപുളി ഉണ്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ കുടംപുളി ഇല്ല, നമുക്ക് സാധാ പുളിയുള്ളൂ. അതും നമ്മളെ തൊടുന്ന് പൊറുക്കിയതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പോയി, അവിടെ പുളിമരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ പൊറുക്കി പോരുന്നതാണ്. അത് ഉണക്കി പാത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ ഞാൻ പിന്നെ പാത്തേക്കാനൊന്നും കിട്ടിയില്ല. പുളിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ 2-3 പുളി എടുത്ത് തിന്നു. ഒരു രസമാണല്ലോ പുളി തിന്നാനായിട്ട്. അങ്ങനെ മീനൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല രസമുണ്ടായിരുന്നു. മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മത്തി കറി വെച്ചു ഞാൻ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിക്കാനുണ്ട്. രാത്രിയേ പൊരിക്കുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മക്കൾ വന്നിട്ട് ഓൾക്ക് മാത്രമേ പൊരിക്കുകയുള്ളൂ. അത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു നല്ല കൊടുമേനലായി തുടങ്ങുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതാക്കണ പാത്രത്തിലും ബക്കറ്റിലൊക്കെ വെള്ളമാക്കി വെച്ചാൽ ഈ ജന്തുക്കൾക്ക് ഉണ്ടല്ലോ, മുണ്ടാൻ വയ്യാത്ത ജന്തുക്കളുണ്ടല്ലോ, കാക്ക കിളികളും കാര്യങ്ങളൊക്കെ ഓൾക്ക് വെള്ളം കുടിക്കാനായിട്ട് നല്ല സുഖമായിക്കാറല്ലേ. അപ്പോൾ അങ്ങനെ ആ വെള്ളം പിന്നെ ഞാൻ കോഴിക്കൊക്കെ വെച്ചതാണെങ്കിലും കാക്ക വന്ന് കുടിക്കും. പിന്നെ അത് ചെതലക്കാട കിളിയുണ്ട് കേട്ടോ, അങ്ങനെ ഒച്ചവിളി ഉണ്ടാക്കണം. ആ ഒരു കിളി വരും കേട്ടോ. കുറേ കിളികൾ വരലുണ്ട്. അപ്പോൾ കുറേ കിളികളല്ല, അപ്പോൾ ആ കിളി വന്നിട്ട് വല്ലാതെ കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഒരു ചട്ടിയിലും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തിന്നാനില്ലെങ്കിലും ഇപ്പോൾ വെള്ളമാണല്ലോ മസ്റ്റ്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പം കാബേജ് നന്നാക്കാനുണ്ട് കേട്ടോ. നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ കാബേജൊക്കെ ഒരുവിധമൊക്കെ വലുതായിട്ട് വന്നിട്ടുണ്ട്, പറിക്കാനായിട്ടില്ല കേട്ടോ. ഒന്നുകൂടി ഇങ്ങനെ കൂട് കെട്ടി ഇങ്ങനെ വരുന്നുണ്ട് കാബേജൊക്കെ. കോളിഫ്ലവറും ഉണ്ടായിട്ടില്ല. നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയോ കുടുംബശ്രീ വക അങ്ങനെ വിത്തുകൾ? ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് തക്കാളി, മുളക് തൈകളാട്ടോ കിട്ടിയത്. ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് അങ്ങനത്തെയൊക്കെ തൈകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാബേജും കോളിഫ്ലവറിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നമ്മളെ നാട്ടിൽ വല്ലാതെ അങ്ങോട്ട് ഉണ്ടാവില്ല. പക്ഷെ വൃത്തിയായിട്ട് നോക്കിയാൽ ഉണ്ടാവും ചെയ്യും, അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇതാകണം ഓരോരോ പണിയെടുത്തുകൊണ്ട് കേട്ടോ. എന്തെന്താ പണി എടുക്കേണ്ടത് വെച്ചാൽ ഒരുപാട് പണികളുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം. നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, വീഡിയോ ഇല്ലെങ്കിൽ ശരിയാണില്ല. നമ്മളെ ചാനലൊക്കെ ആകെപ്പാടെ കൂതറായി കിടക്കുകയാണ്. 8 നിലയിൽ പൊട്ടിയ സ്ഥിതിയിൽ കിടക്കുകയാണ്. പൊതുവേ പൊട്ടിയ സ്ഥിതിയിലാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇടുമ്പോഴാണെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഒരു ഊറ്റുണ്ടായാലിട്ടൊരു സന്തോഷം ഉണ്ടായാലിട്ട നല്ല ഉടനല്ല കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇപ്പം ഞാൻ ഇപ്പോൾ ഒന്നരാടാണ് ഇപ്പോൾ വീഡിയോ ഉള്ളത്. അറിയാമല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പോത്തുകൾ നോക്കണം, വാഴത്തെ പരിപാടി എടുക്കണം, അങ്ങനെ വീട്ടിലത്തെ പരിപാടി, അങ്ങനെ ഒരുപാട് പരിപാടീൻ്റെ ഇടയിലും നമുക്കിത് സമയം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അതാണല്ലോ അതിൻ്റെ ഒരു വിജയം. അങ്ങനെയാണല്ലോ വിജയം ഉണ്ടാകുള്ളൂ. കുറേ ഒരു ഗതികെട്ട് നിന്നാലാണ് വിജയം ഉണ്ടാകുള്ളൂ. അപ്പോൾ അതവിടെ കട്ടെ, വിജയത്തിൻ്റെ കാര്യം അവിടെ കട്ടെ. ഞാൻ ഈ ഒരു പണിയെടുത്ത് ചോറിയിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ പുഴയിലൊന്ന് വന്നു കേട്ടോ. അപ്പോൾ പുഴേൻ്റെ തീരത്ത് കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ പച്ചക്കറിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പുല്ല് വളർത്താനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോത്തുണ്ടല്ലോ, അപ്പോൾ കാര്യമായിട്ട് പോത്താക്ക് പുല്ല് വേണം. അപ്പോൾ നല്ല വേനലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഓലിപ്പോൾ ഈ അടുത്തൊന്നും വിൽക്കാനും കഴിയൂല. അപ്പോൾ ഓൾക്ക് കുറച്ച് പുല്ലുണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തുണക്കാരൊക്കെ ഇതാ പുല്ലൊക്കെ ഉണ്ടാക്കി. ഓലതൊക്കെ മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുല്ലിങ്ങനെ ഉണ്ടാക്കുമല്ലോ, ഈ പശുക്കൊക്കെ പുല്ല് കൊടുക്കണം കണ്ടില്ല, ഒരു നീണ്ട സൈസ് പുല്ലാണ്, അതേപോലത്തെ നീണ്ട സൈസ് പുല്ലാണ്. അപ്പോൾ അത് ഇതാക്കുന്നത് ഞങ്ങളും തന്നെ ഒന്ന് മറച്ചൊക്കെ വെച്ചിട്ട് ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോത്താക്ക് ഒരു സുഖമാണ്, ആ ഒരു പച്ചപ്പുല്ല് കിട്ടുമ്പോൾ എന്തായാലും ഒരു സുഖമാണല്ലോ.
അങ്ങനെ ഇതാ പുല്ലിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് കുറച്ചും കൂടി ഇവിടെ നടാനുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വെട്ടി കൊണ്ടുവരണം. ഇന്നലെ പണി ഇതാക്കണ വേലിയട വരുന്നുണ്ട്. ഫുള്ള് വേലിയടവാണ്. ഇവിടെ പശുക്കളും ആടുകളും പോത്തുകളും ഒക്കെ ഉണ്ട്. നമ്മളെ ഒരു പ്രദേശത്ത് ഏകദേശം കുറേ കർഷകരാണ് ഉള്ളത്. ആട്, പോത്ത്, കോഴി അങ്ങനെ എല്ലാവിധ മൃഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേലി നല്ലപോലെ മറച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ.